ഹായ് എവരിവൺ, വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. അപ്പോൾ അഗ്നിവീർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ജി കെയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ടേഴ്സുമാണ് നമ്മൾ ഇന്നിവിടെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അധികം സമയം കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അതിന് മുന്നേ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് പാസീവായിട്ട് ഈ വീഡിയോ കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് വളരെ കുറവായിരിക്കും. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ് അല്ലേ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് മറന്നുപോകും. അപ്പോൾ നിങ്ങളൊരു പെന്നും പേപ്പറൊക്കെ ആയിട്ട് ഇരിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരു മിനിറ്റ് പോലും നിങ്ങൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങളൊരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഇൻവെസ്റ്റ് ചെയ്ത് ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റേതായ ബെനിഫിറ്റ് നിങ്ങൾക്കുണ്ടാവണം. അപ്പോൾ ഒരു ബുക്കിൽ അല്ലെങ്കിൽ ഒരു പെന്നും പേപ്പറും എടുത്തിരുന്നിട്ട് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എക്സാമിന് വരുവാണെങ്കിൽ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ ഹാർട്ട് ബീറ്റ് റേറ്റ് ഓഫ് എ യങ് ഹെൽത്തി മാൻ? ആരോഗ്യമുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളുടെ ഹാർട്ടിൻ്റെ ബീറ്റ് റേറ്റ് എത്രയാണ്? 50 ടൈംസ്, 72 ടൈംസ്, 108 ടൈംസ് ആൻഡ് നൺ ഓഫ് ദിസ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കറക്റ്റ് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. മനുഷ്യന്മാരുടെ സാധാരണഗതിയിലുള്ള ഹാർട്ട് ബീറ്റ് റേറ്റ് എന്ന് പറയുന്നത് 72 ടൈംസ് ആണ്. 72 ടൈംസ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ എക്സാമിന് ചോദിച്ച ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് പഠിക്കണം. അപ്പോൾ മനുഷ്യന്മാരുടെ ഹാർട്ട്, ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത് 4 ചേംബറുകളുള്ള ഒരു മസ്കുലാർ ഓർഗൻ ആണ്. മസിലുകൾ കൊണ്ട് നിർമ്മിച്ച 4 അറകളുള്ള ഒരു ഓർഗൻ ആണ് ആരെന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കും. 4 അറകളുള്ള ഒരു ഓർഗൻ ആണ് ആരെന്ന് പറയുന്നത്? ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മുകളിലത്തെ 2 അറകളുണ്ട്. ഇവരെ നമ്മൾ വിളിക്കുന്നതാണ് ഏട്രിയ. മുകളിലത്തെ അപ്പർ ചേംബേഴ്സിനെ നമ്മൾ വിളിക്കും ഏട്രിയ. അതുപോലെ തന്നെ ലോവർ ചേംബേഴ്സിനെ നമ്മൾ വിളിക്കും വെൻട്രിക്കിൾസ്. ഓക്കെ, അപ്പർ ചേംബേഴ്സിനെ നമ്മൾ വിളിക്കും ഏട്രിയ, 2 ഏട്രിയ ഉണ്ട്. അതുപോലെ തന്നെ ലോവർ ചേംബേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? വെൻട്രിക്കിൾസ് എന്ന് വിളിക്കും. വെൻട്രിക്കിൾസ് എന്ന് വിളിക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മസിലുകൾ കൊണ്ടാണ്. ഹാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് മസിലുകൾ കൊണ്ടാണ്. എന്ത് മസിലാണ്? കാർഡിയാക് മസിൽ. ഹാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസിലുകൾ കൊണ്ടാണ്. ഓക്കെ, മസിലുകൾ എന്ന് പറയുമ്പോൾ കാർഡിയാക് മസിൽ. എന്താണ് ഈ കാർഡിയാക് മസിലിൻ്റെ പ്രത്യേകത എന്നറിയാമോ? നമ്മൾ ജനിക്കുന്ന സമയം മുതൽ സ്ഥിരമായിട്ട് നമ്മൾ മരിക്കുന്നത് വരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മസിലുകളാണ് കാർഡിയാക് മസിൽ. നോർമലി നമ്മുടെ മസിലുകളൊക്കെ ക്ഷീണിക്കുമല്ലേ. നമ്മൾ കുറേ നേരം ജോലി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൈവേദന വരും, കാല് വേദന വരും അല്ലേ. നമ്മൾ വെയിറ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കൈ കഴയ്ക്കും. അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ലാതെ നമ്മൾ ജനിക്കുന്ന സമയം മുതൽ റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന മസിലുകളാണ് എന്തെന്ന് പറയുന്നത്? കാർഡിയാക് മസിലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഹാർട്ട് എന്ന് പറയുന്നത് 4 ചേംബറുകളുള്ള 4 ചേംബേർഡ് മസ്കുലാർ ഓർഗൻ ആണ്. മുകളിലത്തെ 2 ചേംബറുകളെ നമ്മൾ ഏട്രിയ എന്ന് വിളിക്കും. താഴത്തെ 2 ചേംബറുകളെ നമ്മൾ വെൻട്രിക്കിൾ എന്ന് വിളിക്കും. ഹാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് മസിലുകൾ കൊണ്ടാണെന്ന് ചോദിച്ചാൽ കാർഡിയാക് മസിലുകൾ കൊണ്ടാണ്. അവർക്ക് റിതമിക്കായിട്ട് കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റിതമിക്കായിട്ട് കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരിക്കലും തളരാത്ത, നമ്മൾ ജനിക്കുന്ന സമയം മുതൽ മരിക്കുന്ന സമയം വരെയും എന്ത് ചെയ്യുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മസിലുകളാണ് കാർഡിയാക് മസിൽ. ഇനി ഹാർട്ട് 1 മിനിറ്റിൽ എത്ര ബ്ലഡ് പമ്പ് ചെയ്യും? ഹാർട്ട് 1 മിനിറ്റിൽ എത്ര ബ്ലഡ് പമ്പ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എത്രയാണ്? 5 ലിറ്റർ ആണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഏകദേശം നമ്മുടെ ശരീരത്തിൽ, മനുഷ്യന്മാരുടെ ശരീരത്തിലുള്ള ടോട്ടൽ ബ്ലഡിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 5 ലിറ്റർ ആണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ടോട്ടൽ ബ്ലഡിൻ്റെ എമൗണ്ട് അപ്രോക്സിമേറ്റ്ലി 5 ലിറ്റർ ആണ്. അപ്പോൾ 1 മിനിറ്റിൽ ഈ 5 ലിറ്റർ ബ്ലഡും നമ്മളുടെ ഹാർട്ടിലൂടെ വന്ന് പ്യൂരിഫൈ ചെയ്ത് തിരിച്ച് ശരീരത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ 1 മിനിറ്റിൽ ഏകദേശം 5 ലിറ്ററോളം ബ്ലഡ് നമ്മുടെ ഹാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓർക്കുക, SAN, സൈനോ ഏട്രിയൽ നോഡ്. സൈനോ ഏട്രിയൽ നോഡ് ഇതാണ് ഹാർട്ടിൻ്റെ പേസ് മേക്കർ. പേസ് മേക്കർ ഓഫ് ഹാർട്ട്. പേസ് മേക്കർ ഓഫ് ഹാർട്ട്. ഹാർട്ടിൻ്റെ പേസ് മേക്കർ എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയേണ്ടത് എന്താണ്? SAN, സൈനോ ഏട്രിയൽ നോഡാണ് ഹാർട്ടിൻ്റെ പേസ് മേക്കർ എന്നറിയാം. ഇനി നമ്മുടെ ഈ ഹൃദയത്തിൻ്റെ വോളുകളിൽ
3 ലെയറുകളുണ്ട്. ഹൃദയത്തിൻ്റെ ഈ ഒരു വോൾ ഉണ്ടല്ലോ, ഈ വോളിൽ നമുക്ക് 1, 2, 3 ഇങ്ങനെ 3 ലെയറുകളായിട്ടാണ് കാണപ്പെടുക. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും പുറത്തുള്ള ലെയർ ഇങ്ങനെ 3 ലെയറുകളാണെങ്കിൽ ഏറ്റവും പുറത്തുള്ള ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പികാർഡിയം. ഹാർട്ടിൻ്റെ ഏറ്റവും പുറത്തുള്ള ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പികാർഡിയം. എപ്പികാർഡിയം ഈസ് ദ ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ഹാർട്ട്. ഏറ്റവും പുറത്തുള്ള ലെയറിനെ നമ്മൾ എന്ത് വിളിക്കും? എപ്പികാർഡിയം. ഇറ്റ് ഈസ് ദ ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ഹാർട്ട്. അത് കഴിഞ്ഞ് നടുക്ക് വരുന്ന മിഡിൽ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മയോകാർഡിയം. നടുക്ക് വരുന്ന മിഡിൽ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മയോകാർഡിയം. സോ ഇറ്റ് ഈസ് ദ മസ്കുലർ മിഡിൽ ലെയർ ഓഫ് ഹാർട്ട്. നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ മസ്കുലർ മിഡിൽ ലെയർ ഓഫ് ഹാർട്ട്. നമ്മൾ എന്ത് ആൻസർ പറയണം? മയോകാർഡിയം എന്ന് പറയണം. ഇനി അടുത്തതാണ് എൻഡോകാർഡിയം. എന്താണ് എൻഡോകാർഡിയം? ഇന്നർ ലൈനിങ്, നമ്മുടെ ഹാർട്ടിൻ്റെ ഏറ്റവും അകത്തുള്ള ലെയർ, ഇന്നർ ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡോകാർഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ഹാർട്ടിനെ പറ്റി നമ്മൾ എന്തൊക്കെ പഠിച്ചു? 4 ചേംബറുകളുള്ള ഒരു മസ്കുലാർ ഓർഗൻ ആണ്. നിർമ്മിച്ചിരിക്കുന്നത് കാർഡിയാക് മസിലുകൾ കൊണ്ടാണ്. ഈ കാർഡിയാക് മസിൽ നമ്മൾ ജനിക്കുന്ന സമയം മുതൽ മരിക്കുന്ന സമയം വരെയും ക്ഷീണിക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മസിലുകളാണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ഒരു മിനിറ്റിൽ ഏകദേശം 5 ലിറ്ററോളം ബ്ലഡ് ഹാർട്ട് പമ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്നറിയപ്പെടുന്നത് SAN അല്ലെങ്കിൽ സൈനോ ഏട്രിയൽ നോഡുകളാണ്. ഹാർട്ടിൻ്റെ വോളിന് 3 ലെയർ ഉണ്ട്. ഏറ്റവും പുറത്തെ ലെയർ എപ്പികാർഡിയം, നടുക്കുള്ള മസ്കുലാർ ലെയർ ആണ് മയോകാർഡിയം, അതുപോലെ തന്നെ ഇന്റേണൽ ലെയർ ആണ് എൻഡോകാർഡിയം. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ടിനെ പറ്റിയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാം. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടേം ഫോർ എ മെമ്പർ ഓഫ് രാജ്യസഭ? ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. വാട്ട് ഈസ് ദ ടേം ഫോർ എ മെമ്പർ ഓഫ് രാജ്യസഭ? 5 വർഷമാണോ, 4 വർഷമാണോ, 2 വർഷമാണോ, 6 വർഷമാണോ? പെട്ടെന്ന് ആൻസർ പറഞ്ഞ്. രാജ്യസഭയിലെ ഒരു മെമ്പറിൻ്റെ ടേം എത്രയാണ്? രാജ്യസഭയിലെ ഒരു മെമ്പറിൻ്റെ ടേം എത്രയാണ്? ഒരു 5 സെക്കൻഡ് ഞാൻ സമയം തരാം. ആൻസർ അറിയുന്നവർ പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേ. രാജ്യസഭയിലെ മെമ്പറിൻ്റെ കാലാവധി എത്രയാണ്? ടൈം പീരീഡ് എത്രയാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ നിങ്ങൾ പറയുന്നത് കറക്റ്റ് തന്നെയാണ്. എത്രയാണ്? 6 ഇയേഴ്സ്. 6 ഇയേഴ്സ് അല്ലെങ്കിൽ 6 വർഷങ്ങളാണ് നമ്മുടെ രാജ്യസഭയുടെ ഒരു മെമ്പറിൻ്റെ ടേം എന്ന് പറയുന്നത്. എത്രയാണ്? 6 വർഷം. അപ്പോൾ ഈ 6 വർഷം എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മൾ രാജ്യസഭ എന്ത് ചെയ്യില്ല? പിരിച്ചുവിടില്ല. രാജ്യസഭ നമ്മൾ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യില്ല. എപ്പോഴും 1/3 ഓഫ് ദ മെമ്പേഴ്സിനെ ഓരോ 2 വർഷത്തിലും റിട്ടയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ 2 വർഷത്തിലും മൊത്തം 3 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ പോയിട്ട് പകരം പുതിയ ആൾ വരും. ഓക്കെ, അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇവിടെ രാജ്യസഭയിലെ മെമ്പേഴ്സ്. അപ്പം നമ്മളോട് ഫസ്റ്റ് ചോദിക്കുന്നത് എന്തായിരിക്കും? രാജ്യസഭയിലെ മെമ്പറിൻ്റെ ടേം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 ഇയേഴ്സ് ആണെന്ന് ഓർക്കുക. രാജ്യസഭയിലെ മെമ്പറിൻ്റെ ടേം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 6 ഇയേഴ്സ് ആണ്. രാജ്യസഭയിലെ മെമ്പറിൻ്റെ ടേം 6 ഇയേഴ്സ് ആണ്. അതിനകത്തെ 1/3 മെമ്പേഴ്സും 3/1 ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ 2 വർഷത്തിലും റിട്ടയർ ആവുന്നുണ്ട്. 3/1 ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ 2 വർഷത്തിലും റിട്ടയർ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യസഭ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യുന്നില്ല. സോ ഹൗസ് ഈസ് നെവർ ഫുള്ളി ഡിസോൾവ്. നമ്മൾ മൊത്തമായിട്ട് എന്ത് ചെയ്യുന്നില്ല? പിരിച്ചു വിടുന്നില്ല. സോ രാജ്യസഭ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് പിരിച്ചു വിടുന്നില്ല. അടുത്ത് നിങ്ങളോട് ചോദിക്കും, രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത, രാജ്യസഭയിൽ മൊത്തം എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 250 മെമ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് 238 ആണ് കേട്ടോ. 238 മെമ്പേഴ്സിനെ നമ്മൾ ഇലക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. 250 മെമ്പേഴ്സിൽ 238 മെമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ഷൻ വഴി സെലക്ട് ചെയ്യുന്നു. ബാക്കി 12 പേരെ ഇന്ത്യൻ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, മൊത്തമുള്ള 250 പേര്, അതിൽ 238 പേരെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ഷൻ വഴി തിരഞ്ഞെടുക്കുന്നു.
ബാക്കിയുള്ള 12 പേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? നോമിനേറ്റ് ചെയ്യുന്നു. ആർക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്? ഇന്ത്യൻ പ്രസിഡന്റിന് ഇവരെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവർ നോമിനേറ്റ് ചെയ്യുക? ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ സയൻസിൽ അല്ലെങ്കിൽ സ്പോർട്സിൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ അവരുടെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവരൊരു അധികാരത്തിൽ വന്നാൽ അവർക്ക് ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ആൾക്കാരെ ആര് ചൂസ് ചെയ്യും? പ്രസിഡന്റ് 12 പേരെ ചൂസ് ചെയ്യും അല്ലെങ്കിൽ ഇലക്ട് ചെയ്യും. നമ്മൾ പ്രസിഡന്റ് 12 പേരെ എന്ത് ചെയ്യും? നോമിനേറ്റ് ചെയ്യും. ബാക്കി 238 പേരെയും നമ്മൾ ഇലക്ഷനിലൂടെ എടുക്കുന്നു. മൊത്തം 250 പേരാണ് ഇവിടെ വരുന്നത്, ഇവിടെ മൊത്തത്തിൽ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ബി അപ്പോയിന്റഡ് പ്രസിഡന്റ് ഓഫ് International Court of Justice? Who was the first Indian to be appointed president of the International Court of Justice? Narendra Singh, Bhagat Singh, Dr. Hardayal and none of this. ആരാണ് നമ്മുടെ ഇന്റർനാഷണൽ കോർട്സ് ഓഫ് ജസ്റ്റിസിൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയാമെങ്കിൽ പെട്ടെന്നൊന്ന് പറഞ്ഞേ, ആരാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ആദ്യമായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നരേന്ദ്ര സിംഗ് ആണ്. ഓക്കെ, നരേന്ദ്ര സിംഗ് ആണ് ആരെന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഇന്ത്യൻ ലോയർ ആയിരുന്നു. അപ്പം അദ്ദേഹമാണ് നമ്മുടെ ഇന്റർനാഷണൽ കോർട്സ് ഓഫ് ജസ്റ്റിസിൽ ആദ്യമായിട്ട് നിയമിക്കപ്പെട്ട പ്രസിഡന്റായിട്ട് നിയമിക്കപ്പെട്ട ആള്. അദ്ദേഹത്തിൻ്റെ ടേം എന്ന് പറയുന്നത് 1985 മുതൽ 88 വരെ ആയിരുന്നു. സോ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഹി വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ഹോൾഡ് ദിസ് പൊസിഷൻ. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യനാണ് ആരെന്ന് പറയുന്നത്? ഡോക്ടർ നാഗേന്ദ്ര സിംഗ് എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ 4th ചീഫായിട്ടും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഹി സെർവ്ഡ് ആസ് ദ 4th ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? 4th ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? ഇന്ത്യൻ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ പ്രസിഡൻ്റായിട്ട് ഏറ്റവും ആദ്യം സെലക്ട് ചെയ്യപ്പെട്ട ഇന്ത്യനാണ് ഡോക്ടർ നാഗേന്ദ്ര സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പേഴ്സൺ ആണ് ഈ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഫസ്റ്റ് ഇന്ത്യൻ എന്ന് പറഞ്ഞത്. അടുത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ്? 4th ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ഡോക്ടർ നാഗേന്ദ്ര സിംഗ് തന്നെയാണെന്ന് നമ്മൾ ഓർത്ത് വയ്ക്കാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് ഹ്യൂമൻ റൈറ്റ് ഡേ? 24th October, 4th July, 10th December, none of this. ഈ തന്നിട്ടുള്ളതിൽ ഏത് ദിവസമാണ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയാമോ നിങ്ങൾക്ക്? ഡേയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ. നമ്മൾ ഓർക്കേണ്ടത് ഡിസംബർ 10-നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹ്യൂമൻ റൈറ്റ് ഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. എല്ലാ വർഷവും ഡിസംബർ 10-നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹ്യൂമൻ റൈറ്റ് ഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അത് എന്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UN ജനറൽ അസംബ്ലി 1948-ലെ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ എന്ത് കൊണ്ടുവന്നു? അവർ നമ്മുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് അഡോപ്റ്റ് ചെയ്തു. 1948-ലെ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ അവരെന്ത് ചെയ്തു? യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അഡോപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അത് നടത്തി, ആ ഡിക്ലറേഷൻ നടത്തി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഡിസംബർ 10-ാം തീയതിയെ നമ്മൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഓർത്തു വെക്കണം. അതിലൊന്നെന്ന് പറയുന്നത് നാഷണൽ യൂത്ത് ഡേ ആണ്. ജാനുവരി 12-ാം തീയതിയാണ്, നമ്മൾക്കറിയാം. സ്വാമി വിവേകാനന്ദൻ്റെ ബർത്ത്ഡേ ആണ് അന്നത്തെ ദിവസം. അതുപോലെ തന്നെ ആർമി ഡേ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആർമി ഡേ എന്നാണ് ജാനുവരി 15. അത് കഴിഞ്ഞ് റിപ്പബ്ലിക് ഡേ നമുക്കറിയാം, ജാനുവരി 26. വേൾഡ് ക്യാൻസർ ഡേ എന്നാന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 4-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ജാനുവരി 12 നാഷണൽ യൂത്ത് ഡേ, ജാനുവരി 15 ആർമി ഡേ,
ജാനുവരി 26 റിപ്പബ്ലിക് ഡേ, ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ. അടുത്ത ഫെബ്രുവരി 24 എന്ന് പറയുന്നത് സെൻട്രൽ എക്സൈസ് ഡേ ആണ്. ഫെബ്രുവരി 28 എന്ന് പറയുന്നത് നാഷണൽ സയൻസ് ഡേ ആണ്. ഫെബ്രുവരി 28 എന്ന് പറയുന്നത് നാഷണൽ സയൻസ് ഡേ ആണ്. മാർച്ച് 15 വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ. മാർച്ച് 15 വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ ആണ്. അതുപോലെ തന്നെ മാർച്ച് 22 എന്ന് പറയുന്നത് വേൾഡ് വാട്ടർ ഡേ ആണ്. മാർച്ച് 22 എന്ന് പറയുന്നത് വേൾഡ് വാട്ടർ ഡേ ആണ്. ഏപ്രിൽ 17 വേൾഡ് ഹീമോഫീലിയ ഡേ. ഏപ്രിൽ 17 വേൾഡ് ഹീമോഫീലിയ ഡേ ആണ്. ഏപ്രിൽ 18 എന്ന് പറയുന്നത് വേൾഡ് ഹെറിറ്റേജ് ഡേ ആണ്. ഏപ്രിൽ 18 വേൾഡ് ഹെറിറ്റേജ് ഡേ ആണ്. അതുപോലെ തന്നെ മെയ് 3 എന്ന് പറയുന്നത് വേൾഡ് പ്രസ് ഫ്രീഡം ഡേ ആണ്. ഓക്കെ, മെയ് 3 വേൾഡ് പ്രസ് ഫ്രീഡം ഡേ. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയാം, എഴുതിയെടുക്കാത്തവർ എഴുതിയെടുത്തോളൂ. അതുപോലെ തന്നെ മാക്സിമം കാര്യങ്ങൾ ഇവിടുന്ന് തന്നെ നിങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ജാനുവരി 12 നാഷണൽ യൂത്ത് ഡേ ആണ്. ഹ്യൂമൻ റൈറ്റ്സ് ഡേ എന്ന് പറയുന്നത് ഡിസംബർ 10 ആണ്. ജാനുവരി 15 എന്ന് പറയുന്നത് ആർമി ഡേ ആണ്. ജാനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്. ഫെബ്രുവരി 4 എന്ന് പറയുന്നത് വേൾഡ് ക്യാൻസർ ഡേ ആണ്. ഫെബ്രുവരി 24 എന്ന് പറയുന്നത് സെൻട്രൽ എക്സൈസ് ഡേ ആണ്. അതുപോലെ തന്നെ ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് മാർച്ച് 15 ആണ് വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ ആണ്. മാർച്ച് 22 വേൾഡ് വാട്ടർ ഡേ. അതുപോലെ തന്നെ ഏപ്രിൽ 17 വേൾഡ് ഹെറിറ്റേജ് ഡേ, ഏപ്രിൽ 17 വേൾഡ് ഹീമോഫീലിയ ഡേ ആണ്. അതുപോലെ തന്നെ ഏപ്രിൽ 18 വേൾഡ് ഹെറിറ്റേജ് ഡേ ആണ്. മെയ് 3 വേൾഡ് പ്രസ് ഫ്രീഡം ഡേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, ഇത്രയും മാത്രം പോരാ. നിങ്ങൾ ഇനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്ത് പഠിക്കുന്ന സമയത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുവാണെങ്കിൽ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇമ്പോർട്ടൻറ്റ് ഡേയ്സിൻ്റെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഡേയ്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ അഗ്നിവീറിൻ്റെ ക്ലാസ്സുകളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതൽ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ സബ്ജക്റ്റ് വൈസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചിട്ട് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാസ് ദ സെയിം SI യൂണിറ്റ് ആസ് വർക്ക്? വർക്കിൻ്റെ അതേ SI യൂണിറ്റ് ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നിട്ടുള്ളതിൽ ഏതാണ്? ഫോഴ്സ്, പവർ, പ്രഷർ, എനർജി. ഫോഴ്സ്, പവർ, പ്രഷർ, എനർജി. ഈ തന്നിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ വർക്കിൻ്റെ അതേ SI യൂണിറ്റ് ഉള്ളത് ആർക്കാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം, വർക്കിൻ്റെയും അതുപോലെ തന്നെ എനർജിയുടെയും SI യൂണിറ്റ് സെയിം ആണ്. വർക്കിൻ്റെയും എനർജിയുടെയും SI യൂണിറ്റ് സെയിം ആണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ജൂളാണ്. വർക്കിൻ്റെയും എനർജിയുടെയും SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൂളാണ്. എല്ലാ ഫോം ഓഫ് വർക്കിൻ്റെയും എല്ലാ ഫോം ഓഫ് എനർജിയുടെയും SI യൂണിറ്റ് എന്ത് തന്നെയാണ്? ജൂൾ തന്നെയാണ്. അപ്പോൾ വർക്കിനും എനർജിക്കും ഒരേ യൂണിറ്റാണ്, അതെന്താണ്? ജൂളാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. അടുത്ത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫോഴ്സ് ആണ്. ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നത് ഫോഴ്സ് ആണ്. ഫോഴ്സിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. അതിന് നമ്മൾ ക്യാപിറ്റൽ N എന്ന് പറയുന്ന സിമ്പൽ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോഴ്സിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അടുത്ത പവർ. പവറിൻ്റെ SI യൂണിറ്റ് വാട്ട് ആണ്. ഓക്കെ, ഒരു വാട്ട് എന്ന് പറയുന്നത് നമ്മൾ ജൂൾ പെർ സെക്കൻഡ് ആയിട്ടാണ്. ജൂൾ പെർ സെക്കൻഡ് എന്നാണ് വാട്ടിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ പവർ എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയാം. പിന്നെ നിങ്ങളുടെ ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? പ്രഷർ ആയിരുന്നു അല്ലേ? പ്രഷറിൻ്റെ ആണെങ്കിൽ SI യൂണിറ്റ് എന്താണ്? പാസ്കൽ ആണ് കേട്ടോ. പ്രഷറിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ ആണ്. പ്രഷറിൻ്റെ SI യൂണിറ്റ് പാസ്കൽ ആണ്. എല്ലാ യൂണിറ്റുകളും, അതായത് എല്ലാ ക്വാണ്ടിറ്റീസും അതിൻ്റെ കറസ്പോണ്ടിങ് SI യൂണിറ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അതും കൂടെ പഠിച്ചു വെക്കണം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് വിത്ത് സെയിം അറ്റോമിക് നമ്പർ ഹാവിങ് atoms of different elements with a different atomic numbers having same mass number is known as. അതായത് ആറ്റംസ് അത് ഡിഫറെൻറ്റ് എലമെൻസിൻ്റെ ആറ്റംസ് ആണ്. അവർക്ക് അറ്റോമിക് നമ്പർ അപ്പോൾ എന്തായിരിക്കും? ഉറപ്പായിട്ടും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ അവരുടെ മാസ് നമ്പർ സെയിം ആണ്. ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പറും സെയിം മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ഐസോബാർസ്, ഐസോ ഹാലൈൻസ്, ഐസോടോപ്സ്, അയോൺസ്. ഈ 4 ഓപ്ഷൻസിൽ ഏതാണെന്ന് പറയാമോ?
ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ പക്ഷേ നമുക്ക് സെയിം മാസ് നമ്പർ, അങ്ങനെ വരുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഒന്ന് പറഞ്ഞു നോക്കാമോ? അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേര്, അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോബാർസ്. അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോബാറുകൾ. ഐസോബാറുകൾ. സോ ഐസോബാറുകൾ എന്ന് പറയുമ്പോൾ ആറ്റംസ് ഹാവിങ് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ, ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ, ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ but same mass number, but same mass number. ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പറും സെയിം മാസ് നമ്പറും ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഐസോബാർ എന്ന് വിളിക്കുക. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ പൊട്ടാഷ്യം 19 അറ്റോമിക് നമ്പർ, അതുപോലെ തന്നെ കാൽഷ്യം അറ്റോമിക് നമ്പർ 20. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെയും മാസ് നമ്പർ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 40. അപ്പോൾ ഒരു ആറ്റത്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതാ ഇങ്ങനെയാണ്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം ആണെങ്കിൽ AZ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം മുകളിലുള്ളത് മാസ് നമ്പർ ആണ്, മുകളിലുള്ളത് മാസ് നമ്പർ ആണ്. ഈ സിമ്പൽ എന്ന് പറയുന്നത്, ഈ നടുക്കുള്ള സിമ്പൽ എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ സിമ്പലാണ്, അറ്റോമിക് സിമ്പലാണ്, അറ്റോമിക് സിമ്പലാണ്. അത് ഓരോ എലമെൻറ്റിനും എന്തായിട്ട് വരും? ഡിഫറെൻ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ താഴെ നമ്മൾ ഇസഡ് എന്ന് കാണിക്കുന്നത്, താഴത്തെ 19, 20 എന്നൊക്കെ പറയുന്ന നമ്പർ, ഇത് അതിൻ്റെ അറ്റോമിക് നമ്പറാണ്, ഇതതിൻ്റെ അറ്റോമിക് നമ്പറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് അറ്റോമിക് നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഒരു ആറ്റത്തിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ഏതൊരു ആറ്റത്തിൻ്റെയും നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുക. ഏതൊരു ആറ്റത്തിൻ്റെയും നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അറ്റോമിക് നമ്പർ. ഏതൊരു ആറ്റത്തിൻ്റെയും നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഐസോബാറുകൾ സെയിം ആയിട്ടുള്ള മാസ് നമ്പർ, ഡിഫറെൻ്റ് ആയിട്ടുള്ള അറ്റോമിക് നമ്പർ ആണെങ്കിൽ നമ്മൾ അവരെ എന്ത് വിളിക്കും? ഐസോബാറുകൾ എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ് ഐസോടോപ്പുകൾ. അപ്പോൾ നമുക്ക് ഐസോടോപ്പുകൾ എന്താണെന്ന് നോക്കിയാലോ? ഐസോടോപ്പുകൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേസാണ്. അതായത് ഐസോടോപ്പുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പറാണ്, സെയിം അറ്റോമിക് നമ്പറാണ്. അതായത് ഇത് ബേസിക്കലി ഒരേ ആറ്റങ്ങളാണ്, പക്ഷെ എന്തായിരിക്കും? അവരുടെ മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. ഡിഫറെൻ്റ് മാസ് നമ്പറുകൾ കാണിക്കും. മാസ് നമ്പറുകൾ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഇവരുടെ മാസ് നമ്പറുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ ഐസോടോപ്പുകൾ എന്ന് വിളിക്കും. എക്സാമ്പിൾ ഞാൻ പറയാം. ഹൈഡ്രജന് ഫേമസ് ആയിട്ടുള്ള 3 ഐസോടോപ്പ് ഉണ്ട്. 1H1, 2H1, 3H1. ഈ 3 കേസിൽ നിങ്ങൾക്ക് നോക്കാം. 1H1 1, ഇവിടെയും 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്. ഇതെല്ലാം എന്താണ്? അറ്റോമിക് നമ്പർ ആണ്. സോ ഇവിടുത്തെ അറ്റോമിക് നമ്പർ 1 തന്നെയാണ്. പക്ഷെ മാസ് നമ്പർ ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്. മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിട്ട് വന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് മാസ് നമ്പർ? മാസ് നമ്പർ, മാസ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, പ്രോട്ടോണിൻ്റെ നമ്പറുകളെയും അതുപോലെ തന്നെ നമ്പർ ഓഫ് ന്യൂട്രോൺസ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ്, ന്യൂട്രോണിൻ്റെ നമ്പറുകളെയും ആഡ് ചെയ്യുന്നു. പ്രോട്ടോണിൻ്റെ നമ്പറുകളെയും ന്യൂട്രോണിൻ്റെ നമ്പറിനെയും ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്, പ്രോട്ടോണിൻ്റെ നമ്പറും ന്യൂട്രോണിൻ്റെ നമ്പറും ആഡ് ചെയ്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ എന്ത് പറഞ്ഞു? അറ്റോമിക് നമ്പർ എന്താണെന്ന് പറഞ്ഞു? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് പ്രോട്ടോൺസ് മാത്രം എടുത്താൽ മതി. നമ്പർ ഓഫ് പ്രോട്ടോൺസ് മാത്രം എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. മാസ് നമ്പറും അറ്റോമിക് നമ്പറും തന്നിട്ട് നമ്മളോട് പറയുകയാണ് ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ. മാസ് നമ്പറും അറ്റോമിക് നമ്പറും തന്നിട്ട് നമ്മളോട് പറയുകയാണ് എന്ത്? ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ. നമുക്ക് എന്ത് ചെയ്യാം? മാസ് നമ്പറിനെ എയും അറ്റോമിക് നമ്പറിനെ ഇസഡും വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എയിൽ നിന്നും ഇസഡ് കുറച്ചാൽ മതി അല്ലേ? മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. ഓക്കെ, എയിൽ നിന്നും ഇസഡ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. അപ്പോൾ ഇത്രയും ക്ലിയർ ആണോ? നമ്മൾ ഐസോടോപ്പ് എന്താന്ന് പറഞ്ഞു, ഐസോബാറുകൾ എന്താന്ന് പറഞ്ഞു. അടുത്ത് നമ്മൾ അറിയണം എന്താണ് അയോണുകൾ. അയോണുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ അയോണുകൾ എന്താണെന്ന് അറിയണമെങ്കിൽ ഇത് മായ്ക്കാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, എഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ. ഞാനിത് മായ്ക്കാൻ പോവുകയാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അയോണുകൾ എന്തൊക്കെയാണെന്നാണ്. അയോണുകൾ എന്താണ്? സോ അയോണുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആറ്റം
സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒന്നുകിൽ ഇലക്ട്രോൺസുകളെ വിട്ടുകൊടുക്കും അല്ലെങ്കിൽ സ്വീകരിക്കും. ആറ്റങ്ങൾ എന്ത് ചെയ്യും? സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ സ്വീകരിക്കും. ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ, ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. അതുപോലെ തന്നെ ഇലക്ട്രോൺസിനെ സ്വീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് ചാർജ് കിട്ടും. ഈ പോസിറ്റീവ് ചാർജുള്ള ആറ്റങ്ങളെ നമ്മൾ വിളിക്കും കാറ്റയോൺ. അതുപോലെ നെഗറ്റീവ് ചാർജുള്ള ആറ്റങ്ങളെ വിളിക്കും ആനയോൺ. ഓക്കെ, പോസിറ്റീവ് ചാർജുള്ള ആറ്റങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? കാറ്റയോൺ എന്ന് വിളിക്കും. നെഗറ്റീവ് ചാർജുള്ള ആറ്റങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? ആനയോൺ എന്ന് വിളിക്കും. അപ്പോൾ ഈ കാറ്റയോണും ആനയോണും എല്ലാം ചേർന്നിട്ട് ചാർജ്ഡ് ആയിട്ടുള്ള ആറ്റങ്ങളെ ചാർജ്ഡ് ആറ്റംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയോൺസ്. ചാർജ്ഡ് ആറ്റംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അയോണുകൾ. ചാർജുള്ള ആറ്റങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് അയോണുകൾ. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നമ്മൾ അതിനെ കാറ്റയോൺ എന്ന് വിളിക്കും. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആനയോൺസ് എന്ന് വിളിക്കും. ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നെഗറ്റീവ് ചാർജ് വരും, നമ്മൾ അതിനെ ആനയോൺ എന്ന് വിളിക്കും. ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പോസിറ്റീവ് ചാർജ് വരും, നമ്മൾ എന്ത് വിളിക്കും? കാറ്റയോൺ എന്ന് വിളിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: സൗണ്ട് ട്രാവൽസ് ഫാസ്റ്റസ്റ്റ് ഇൻ പെട്രോൾ, സ്റ്റീൽ, നൈട്രജൻ, കെറോസിൻ ഓയിൽ. ഈ തന്നിട്ടുള്ളത് പെട്രോളിലാണോ, സ്റ്റീലിലാണോ, നൈട്രജനിലാണോ, അതോ കെറോസിനിലാണോ? കെറോസിൻ എന്ന് പറയുമ്പോൾ മണ്ണെണ്ണ. ഇതിൽ എന്തിലാണ് സൗണ്ട് ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യുക? ഇതിൽ എന്തിലാണ് സൗണ്ട് ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ അറിയുന്നവർ പെട്ടെന്നൊന്ന് പറഞ്ഞേ. സൗണ്ട് ഈ തന്നിട്ടുള്ളതിൽ ഏറ്റവും സ്പീഡിൽ എവിടെ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിയേ, ഇതിൻ്റെ ആൻസർ ഒന്ന് പറയാൻ ശ്രമിച്ചേ. ഓക്കെ, നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓർക്കേണ്ട കാര്യം, സൗണ്ട് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ വേവാണ്. മെക്കാനിക്കൽ വേവ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിൻ്റെ ആവശ്യമുണ്ട്? ഒരു മീഡിയത്തിൻ്റെ ആവശ്യമുണ്ട്. സോ ഇറ്റ് നീഡ്സ് എ മീഡിയം. അതിനൊരു മീഡിയം വേണം. എന്തിനു വേണ്ടിയിട്ട്? ട്രാവൽ ചെയ്യാൻ. ഇറ്റ് നീഡ്സ് എ മീഡിയം ടു ട്രാവൽ. ഇതിന് ട്രാവൽ ചെയ്യാൻ വേണ്ടി എന്ത് വേണം? ഒരു മീഡിയം വേണം. അപ്പോൾ സൗണ്ട് എന്ന് പറയുന്നത് മെക്കാനിക്കൽ വേവ് ആണ്. അതിനെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിൻ്റെ ആവശ്യമുണ്ട്? ഒരു മീഡിയത്തിൻ്റെ ആവശ്യമുണ്ട്. ഇനി ഈ സൗണ്ട് വേവ് മൂവ് ചെയ്യുന്ന സ്പീഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൗണ്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് പോവുക സോളിഡ്സിൽ കൂടെയാണ്. അതിനേക്കാൾ സ്പീഡ് കുറവാണ് ലിക്വിഡ്സിൽ കൂടെ പോകുമ്പോൾ. ഏറ്റവും പതുക്കെ സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് ഗ്യാസിൽ കൂടെയാണ്. അപ്പോൾ നമുക്കറിയാം, പണ്ട് ഈ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചിലപ്പം ചില ആൾക്കാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും, നമ്മൾ സിനിമയിലൊക്കെ കാണും, ട്രെയിൻ പാളത്തിൽ കൂടെ ദൂരം നിന്ന് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് റെയിൽവേ പാളത്തിൽ ഇങ്ങനെ ചെവി വെച്ച് നോക്കും. നിങ്ങൾ അങ്ങനെ വെച്ച് നോക്കരുത്. നമ്മൾ ട്രെയിൻ വന്നിങ്ങനെ കയറി കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ ചെയ്യും. അതല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് പടയാളികൾ വരുന്നുണ്ടോ നമ്മുടെ രാജ്യത്തേക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യും? തറയിൽ ഇങ്ങനെ ചെവി വെച്ച് നോക്കും. കാരണം ഈ ആൾക്കാരൊരു ഒരു വലിയ മോബ് ഇങ്ങനെ വരുന്ന സൗണ്ട് വായുവിൽ കൂടെ എത്തുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് നമുക്ക് എവിടെ നിന്ന് അറിയാൻ പറ്റും? നമുക്ക് മണ്ണിലിങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ ചെവി വെച്ച് കിടന്നാലേ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഓർക്കുക, എന്താണ്? സോളിഡ്സിൽ കൂടെയാണ് ഏറ്റവും സ്പീഡിൽ സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ലിക്വിഡ്സിൽ കൂടെയാണ്. ഏറ്റവും പതുക്കെ സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് എവിടെ കൂടെയാണ്? ഗ്യാസ് മോളിക്യൂൾസ് കൂടെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഓർക്കുക, ടെമ്പറേച്ചർ. ഇതിലേത് മീഡിയത്തിലാണെങ്കിലും ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ സൗണ്ടിൻ്റെ സ്പീഡ് കൂടും. ഇതിലേത് മീഡിയത്തിലാണെങ്കിലും ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? സൗണ്ടിൻ്റെ സ്പീഡ് കൂടും. ഇതിലേത് മീഡിയത്തിലാണെങ്കിലും ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് സംഭവിക്കും? സൗണ്ടിൻ്റെ സ്പീഡ് കൂടും. അപ്പം നമ്മൾ പറഞ്ഞു, സൗണ്ട് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത് സോളിഡ്സിലാണ്, പിന്നെ ലിക്വിഡിലാണ്, ഏറ്റവും പതുക്കെ പോകുന്നത് ഗ്യാസിലാണ്. ഏത് മീഡിയത്തിലാണെങ്കിലും സൗണ്ടിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? ടെമ്പറേച്ചർ, മീഡിയത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടി വരും. അപ്പോൾ ഇത് തന്നിട്ടുള്ളതിൽ നമുക്കറിയാം, പെട്രോൾ ലിക്വിഡാണ്, കെറോസിൻ ലിക്വിഡാണ്, സ്റ്റീൽ സോളിഡ് ആണ്, അതുപോലെ തന്നെ നൈട്രജൻ ഗ്യാസ് ആണ്. ഏറ്റവും സ്പീഡിൽ പോകുക ഇതിൽ കൂടെ ആയിരിക്കും? സ്റ്റീലിൽ കൂടെ ആയിരിക്കും. ഏറ്റവും സ്പീഡിൽ പോകുക സ്റ്റീലിൽ കൂടെ ആയിരിക്കും.
ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. So the process of coating iron with a zinc to protect it from rusting is known as sedimentation, neutralization, galvanization, salination. ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ സിങ്ക് കൊണ്ട് കോട്ട് ചെയ്യും. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ സിങ്ക് കൊണ്ട് കോട്ട് ചെയ്യും. ഈ കോട്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് തടയാനായിട്ട്, ടു പ്രിവെൻറ്റ് അയൺ ഫ്രം റസ്റ്റിംഗ്, നമ്മൾ എന്ത് ചെയ്യും, വി കോട്ട് ഇറ്റ് വിത്ത് സിങ്ക്, നമ്മളതിനെ സിങ്ക് കൊണ്ട് കോട്ട് ചെയ്യും. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഗാൽവനൈസേഷൻ. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? ഗാൽവനൈസേഷൻ. ഗാൽവനൈസേഷൻ. ന്യൂട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു ആസിഡും ഒരു ബേസും കൂടെ റിയാക്ട് ചെയ്തിട്ട്, ഒരു ആസിഡും ഒരു ബേസും കൂടെ റിയാക്ട് ചെയ്തിട്ട് സോൾട്ടും വാട്ടറും തരുന്ന പ്രോസസ്സ്. ഒരു ആസിഡും ഒരു ബേസും കൂടെ റിയാക്ട് ചെയ്തിട്ട് സോൾട്ടും വാട്ടറും തരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ എന്ന് പറയുക. അടുത്ത സെഡിമെൻറ്റേഷൻ. സെഡിമെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു പാത്രം, ഈ പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട്, ഇതിലേക്ക് ഞാൻ കുറച്ച് കല്ലും മണ്ണും ഒക്കെ കൂടെ വാരിയിടുവാണ്. കല്ലും മണ്ണും ഒക്കെ വാരിയിട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് നല്ലോണം ഒന്ന് ഇളക്കി കുറച്ച് സമയം മിണ്ടാതെ വെച്ചു. പാത്രത്തിൽ വെള്ളം, അതിൽ കുറേ കല്ലും മണ്ണും ഒക്കെ വാരിയിട്ടിട്ട് കുറച്ച് നേരം ഇളക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, മിണ്ടാതെ വെച്ചു. മിണ്ടാതെ വെച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും, ഇത് ഈ കല്ലും മണ്ണും എല്ലാം താഴെ അടിയും അല്ലേ, കല്ലും മണ്ണും എല്ലാം താഴത്തെ ഭാഗത്ത് അടിഞ്ഞിട്ട് മുകളിലേക്ക് നമുക്ക് എന്ത് കിട്ടും, തെളിഞ്ഞ വെള്ളം കിട്ടും. ഓക്കെ, മുകളിലേക്ക് നമുക്ക് തെളിഞ്ഞ വെള്ളം കിട്ടും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സെഡിമെൻറ്റേഷൻ എന്ന് പറയുക. സെഡിമെൻറ്റേഷൻ എന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Intermolecular space is least in water, steam, ice, all of them. തന്നിട്ടുള്ളതിൽ ഇന്റർമോളിക്കുലാർ സ്പേസ് ഏറ്റവും കുറവുള്ളത് വാട്ടറിലാണോ, സ്റ്റീമിലാണോ, ഐസിലാണോ എന്നുള്ളതാണ് ചോദ്യം. ആൻസർ അറിയാമായിരിക്കും, ഒന്ന് പറഞ്ഞു നോക്കിയേ, കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാമല്ലോ. ഈ തന്നിട്ടുള്ളതിൽ ഇന്റർമോളിക്കുലാർ സ്പേസ് ലീസ്റ്റ് വരുന്നത് എവിടെയാണ്? ഓക്കെ, അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ഇന്റർമോളിക്കുലാർ സ്പേസിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ സോളിഡ്, ലിക്വിഡ്, അതുപോലെ തന്നെ ഗ്യാസ്. സോളിഡ്സിലാണെങ്കിൽ മോളിക്യൂൾസ് എങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത്, ഇങ്ങനെ അടുപ്പിച്ച് വെച്ചേക്കുകയാണ്. അപ്പം ലീസ്റ്റ് ഇന്റർമോളിക്കുലാർ സ്പേസ് വരുന്നത് സോളിഡ്സിലാണ്. ആറ്റംസിനെയും മോളിക്യൂൾസിനെയും ഇങ്ങനെ അടുക്കി വെച്ചേക്കുകയാണല്ലോ. അപ്പം ലീസ്റ്റ് സ്പേസിങ്, ലീസ്റ്റ് മോളിക്കുലാർ സ്പേസ് വരുന്നത് എവിടെയാണ്? സോളിഡ്സിലാണ്. ഇനി ലിക്വിഡ്സിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? ലിക്വിഡ്സിൽ വരുമ്പോൾ ആറ്റംസ് തമ്മിൽ ചെറിയൊരു ദൂരമൊക്കെ ഉണ്ട്. ഓക്കെ, ചെറിയൊരു ദൂരമൊക്കെ ഉണ്ട്. എവിടെ വരുമ്പോൾ? ലിക്വിഡ്സിലേക്ക് വരുമ്പോൾ. ഇനി ഗ്യാസിലേക്ക് വരുന്ന സമയത്ത് എന്താണ്? എത്ര സ്പേസ് ഉണ്ടോ അത്രയും സ്പേസിൽ മൊത്തം ആര് നിറഞ്ഞു നിൽക്കും? ഗ്യാസ് നിറഞ്ഞു നിൽക്കും അല്ലേ. മാക്സിമം ഡിസ്റ്റൻസ് ആണ് എന്ത് തമ്മിൽ ഉണ്ടാവുക? ആറ്റംസ് തമ്മിൽ അല്ലെങ്കിൽ മോളിക്യൂൾസ് തമ്മിൽ ഉണ്ടാവുക. അപ്പോൾ ഇന്റർമോളിക്കുലാർ സ്പേസ് ലീസ്റ്റ് വരുന്നത് സോളിഡിലാണ്. ഓക്കെ, ഇന്റർമോളിക്കുലാർ സ്പേസിൻ്റെ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറവ് വരുന്നത് സോളിഡിലാണ്, പിന്നെ ലിക്വിഡിൽ വരും, ആൻഡ് ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയാണ്? ഗ്യാസിലാണ്. ഏറ്റവും കുറവ് സോളിഡ്, അത് കഴിഞ്ഞ് ഒരു മിഡിൽ പോർഷനിൽ ലിക്വിഡ് വരും, ഏറ്റവും കൂടുതൽ ഇന്റർമോളിക്കുലാർ സ്പേസിൽ വരുന്നത് ഗ്യാസിലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട 1-2 കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഫേസും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ചില പേരുകളുണ്ട്, അത് ഓർക്കുക കേട്ടോ. അതായത് ഇത് മോളിക്കുലാർ അറേഞ്ച്മെൻ്റ് ആണ്, സോളിഡും ലിക്വിഡും ഗ്യാസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കറിയാം സോളിഡിനെ നമുക്ക് ചൂടാക്കി കഴിഞ്ഞാൽ ലിക്വിഡ് ആക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഐസിനെ ചൂടാക്കിയാൽ എന്താവും? വെള്ളമാവും, വാട്ടറാവും. അത് കഴിഞ്ഞ് ലിക്വിഡിനെ നമ്മൾ വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും. ലിക്വിഡിനെ വീണ്ടും ചൂടാക്കിയാൽ നീരാവിയായിട്ട് പോകും. അതുപോലെ തന്നെ നീരാവി തണുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മഴ പെയ്യും അല്ലേ, ലിക്വിഡ് ആവും. ലിക്വിഡ് വീണ്ടും ചൂടാക്കി വീണ്ടും തണുപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? വീണ്ടും തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് സോളിഡ് ആവും. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഓരോ പ്രോസസ്സിനും ഓരോ പേരുണ്ട്, അതൊന്ന് ഓർക്കുക. അതായത് ഇപ്പം നമ്മുടെ സോളിഡ് ലിക്വിഡ് ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ മെൽറ്റിംഗ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ലിക്വിഡ് തിരിച്ച് സോളിഡ് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഫ്രീസിങ് എന്ന് വിളിക്കും അല്ലേ. അതായത് സോളിഡ് ലിക്വിഡ് ആവുന്നു നമ്മൾ എന്ത് വിളിക്കും? മെൽറ്റിംഗ്. ഐസൊക്കെ ഉരുകി എന്ന് പറയും അല്ലേ, മെൽറ്റിംഗ് എന്ന് വിളിക്കും.
അതുപോലെ ലിക്വിഡ് തിരിച്ച് സോളിഡ് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഫ്രീസിങ് എന്ന് വിളിക്കും. ഫ്രീസറിലൊക്കെ വെക്കുക അല്ലേ, വെള്ളം ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സോളിഡ് ആയിട്ട് കിട്ടും. അപ്പം മെൽറ്റിങ്ങും കിട്ടി, അതുപോലെ തന്നെ ഫ്രീസിങ്ങും കിട്ടി. അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ലിക്വിഡ് ഗ്യാസ് ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഇവാപറേഷൻ എന്ന് വിളിക്കും. ലിക്വിഡ് ഗ്യാസ് ആവുകയാണെങ്കിൽ നമ്മൾ വിളിക്കും ഇവാപറേഷൻ. അതുപോലെ തന്നെ ഈ ഗ്യാസ് തിരിച്ച് ലിക്വിഡ് ആവുകയാണെങ്കിൽ, ഗ്യാസ് തിരിച്ച് ലിക്വിഡ് ആവുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടൻസേഷൻ. ഇനി അടുത്ത് സംഭവിക്കാം, ഈ ഗ്യാസിന് എന്തായിട്ട് മാറാൻ വേണ്ടിയിട്ട് പറ്റും? ഗ്യാസിന് ഡയറക്റ്റ് ആയിട്ട് സോളിഡ് ആവാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഗ്യാസിന് ഡയറക്റ്റ് ആയിട്ട് സോളിഡ് ആവാൻ വേണ്ടിയിട്ട് പറ്റും. ഗ്യാസ് അങ്ങനെ സോളിഡ് ആവുന്നതിന് പറയുന്ന പേരാണ് ഡെപ്പോസിഷൻ. ഗ്യാസ് സോളിഡ് ആവുന്നതിന് പറയുന്ന പേരാണ് ഡെപ്പോസിഷൻ. ഇനി ഇത് തിരിച്ചും സംഭവിക്കാം. തിരിച്ച് സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആവും. അതിന് നമ്മൾ പറയും സബ്ലിമേഷൻ. സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആവും, അതിന് നമ്മൾ പറയും സബ്ലിമേഷൻ. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? സോളിഡ് ലിക്വിഡ് ആവുന്നു, മെൽറ്റിങ്. ലിക്വിഡ് സോളിഡ് ആവുന്നു, ഫ്രീസിങ്. അടുത്ത് ലിക്വിഡ് ഗ്യാസ് ആവുന്നു, ഇവാപൊറേഷൻ. ഗ്യാസ് ലിക്വിഡ് ആവുന്നു, കണ്ടൻസേഷൻ. അടുത്തത് സോളിഡ് ഗ്യാസ് ആവുന്നു, ഡെപ്പോസിഷൻ. അതുപോലെ തന്നെ സോളിഡ് ഗ്യാസ് ആവുന്നു, സബ്ലിമേഷൻ. ഗ്യാസ് തിരിച്ച് സോളിഡ് ആവുന്നു, ഡെപ്പോസിഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കിത് മറന്നു കളയാൻ ഒരു ഓപ്ഷനും ഇല്ല. ഓക്കെ, അടുത്തതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ 3 മെയിൻ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്? 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? വാട്ട് ആർ ദ 3 മെയിൻ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്? മെയിൻ ആയിട്ടുള്ള 3 സബ് ആറ്റോമിക് പാർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺസ്. പ്രോട്ടോൺ, ഇലക്ട്രോൺസ്, പോസിട്രോൺസ്. ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്, ന്യൂട്രിനോസ്. ഇലക്ട്രോൺസ്, മ്യോൺസ്, ന്യൂട്രിയോൺസ്. പറഞ്ഞേ ഏതൊക്കെയാണ്? നമുക്കറിയാം, ഒരു ആറ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആറ്റത്തിനകത്തുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ആറ്റത്തിനകത്ത് ആരൊക്കെ ഉണ്ടോ അവരെ നമ്മൾ എന്ത് വിളിക്കും? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് വിളിക്കും. അപ്പോൾ ആറ്റം എന്ന് പറയുമ്പോൾ ആറ്റത്തിനൊരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരുണ്ട്, അവരെ നമ്മൾ എന്ത് വിളിക്കും? പ്രോട്ടോൺസ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ന്യൂക്ലിയസിനകത്ത് ചാർജ് ലെസ് ആയിട്ടുള്ള ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കും ന്യൂട്രോൺസ്. അപ്പോൾ ആറ്റത്തിൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൽ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ നമ്മൾ പ്രോട്ടോൺസ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും? ചാർജ് ലെസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്, അവരെ നമ്മൾ ന്യൂട്രോൺസ് എന്ന് വിളിക്കും. അത് കഴിഞ്ഞ് ന്യൂക്ലിയസിന് ചുറ്റും ഒരു പ്രത്യേക സർക്കുലർ പാത്തിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലർ പാത്തിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രോൺസ് സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺസും എന്താണ്? സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ആണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താണ്? 3 മെയിൻ സബ് ആറ്റോമിക് പാർട്ടിക്കിളുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞു. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകൾ, ന്യൂട്രൽ ആയിട്ടുള്ള ന്യൂട്രോണുകൾ, അതുപോലെ തന്നെ നെഗറ്റീവ്ലി ചാർജുള്ള ഇലക്ട്രോണുകൾ. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം 10 ക്വസ്റ്റ്യൻസും ഇന്ന് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ടേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ കാണാം. നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ക്ലാസ്സുകളോ സബ്ജക്റ്റ് വൈസ് ക്ലാസ്സുകളോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ഇങ്ങനത്തെ അഗ്നിവീറിൻ്റെ സെഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്. നിങ്ങൾക്ക് സെഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബൈ.